ഇതാണ് കുരിശ് വരയ്ക്കുന്നതിൻ്റെ പ്രത്യേകാർത്ഥം എന്നൊക്കെ പറയുക. അതോടൊപ്പം തന്നെ ഓർക്കുക, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടിയേ ദിവസം തുടങ്ങാവൂ. എരുമയും പശുവും മൂരിയും പോത്തും ആടുമൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ പുല്ല് തിന്നാൻ തുടങ്ങും, വെള്ളം കുടിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മളായിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടേ ദിവസം ആരംഭിക്കാവൂ. കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ദിവസം അവസാനിപ്പിക്കാവൂ. അതുകൊണ്ടാണ് പറയുക, പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ പ്രഭാതത്തിൻ്റെ താക്കോലും രാത്രിയുടെ താഴുമാണ്. പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലാണ്, രാത്രിയുടെ താഴാണ്. പ്രാർത്ഥനയുടെ താഴിട്ട് രാത്രി ഹൃദയം പൂട്ടിയിട്ട് ഉറങ്ങാൻ പോകണം. പ്രഭാതത്തിൽ പ്രാർത്ഥനയുടെ താക്കോലിട്ട് ആ ഹൃദയത്തെ നമ്മൾ തുറക്കുക. അപ്പം അങ്ങനെ പ്രാർത്ഥനാന്തരീക്ഷം വ്യക്തിപരമായിട്ടുണ്ടാകുക. ഒപ്പം കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഒരു കൊന്തയെ കൊന്തയാക്കി മാറ്റുന്നത് കൊന്തമണികളെ കോർത്തിണക്കുന്ന ചരടാണ്. കൊന്തയുടെ ചരട് പൊട്ടിയാൽ കൊന്തമണികൾ പല വഴിക്ക് ഉരുണ്ടുപോകും. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു നല്ല കൊന്തയാണ്. ആ കൊന്തയുടെ മണികളാണ് അപ്പൻ, അമ്മ, വല്യപ്പൻ, വല്യമ്മ, മക്കളെ, കൊച്ചുമക്കൾ ഒക്കെയുള്ള കുടുംബം. കുടുംബ പ്രാർത്ഥനയുടെ ചരട് പൊട്ടിയോ കുടുംബം എന്ന് പറയുന്ന കണ്ണി പൊട്ടിപ്പോവും. അപ്പൻ അപ്പൻ്റെ വഴിക്ക്, അമ്മ അമ്മയുടെ വഴിക്ക്, കുടുംബം പല വഴിക്ക്, ജീവിതം പെരുവഴിക്ക്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് നിലനിൽക്കുക, ഒന്നിച്ചായിരിക്കുക. അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നമ്മുടെ കുടുംബത്തിൽ സമൃദ്ധമായിട്ട് ലഭിക്കുമെന്നാണ് പറയുക. അപ്പോൾ 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനമെന്ന ശൈഹിക പാരമ്പര്യം, 2 അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന വിശുദ്ധ കുർബാന, 3 വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, 4 കൂട്ടായ്മ. കൂട്ടായ്മയ്ക്ക് നമ്മൾ വലിയ ഊന്നൽ കൊടുക്കണം. എന്താണ് കൂട്ടായ്മ? ഒരു ഇടവക കൂട്ടായ്മ. നമ്മുടെ ഈ ആദിമ സമൂഹം കൂട്ടായ്മയായിട്ടാണ് പ്രാർത്ഥിച്ച് വളർന്നത്. മർക്കോസിൻ്റെ നമ്മുടെ ഭവനത്തിൽ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ കാണുന്നു. മർക്കോസിൻ്റെ മാളികയിൽ ആദിമ സമൂഹം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഇടവകകളായിട്ട് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നു. കുടുംബങ്ങളിലെ പ്രാർത്ഥന, പല കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക, ഇടവക കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട്. ഇപ്പോൾ കൂട്ടായ്മയെ നമ്മൾ സ്നേഹിക്കണം. ദിവസങ്ങളിൽ നമ്മൾ എവിടെല്ലാം പള്ളിയിൽ പോയാലും ഞായറാഴ്ച ദിവസം സ്വന്തം ഇടവക പള്ളി വേണം കുർബാനയ്ക്ക് പോകാനായിട്ട്. കാരണം നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളികളാക്കി മെനഞ്ഞെടുത്തതാണ് ഈ പള്ളി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അവസാനം കണ്ട് യാത്ര പറഞ്ഞത് ഈ പള്ളിയിൽ വെച്ചാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇനി വീട്ടിൽ പൂട്ടി സൂക്ഷിക്കാൻ മേലാത്തതുകൊണ്ട് കല്ലറെ കൊണ്ട് പൂട്ടി സൂക്ഷിച്ചു. ഏറ്റവും ഭദ്രമായ സ്ഥലം. സ്വർണ്ണാഭരണം കൊണ്ടുപോയി ബാങ്കിലെ ലോക്കറിൽ വെക്കുന്നത് പോലെ അപ്പനെ അമ്മയെ കൊണ്ടുവന്ന് ഈ ലോക്കറിൽ, ഈ സെമിത്തേരിയിലെ കല്ലറയിൽ നമ്മൾ പൂജ്യമായി പൂട്ടി സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തുള്ളതെല്ലാം അസ്ഥികളല്ല, തിരുശേഷിപ്പുകളാണ്. ആ കുഴിമാടങ്ങൾ ജീവിക്കുന്ന, സ്പന്ദിക്കുന്ന കുരിശുപള്ളികളായിട്ട് നമ്മൾ കാണുന്നു. ഇനി നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. ഒരു ദിവസം നിങ്ങൾ മരിക്കും, ഞാനും മരിക്കും. മരിക്കുമ്പോൾ ഏതെങ്കിലും പോകുന്ന പള്ളിയിൽ വെച്ചല്ല നമ്മുടെ അവസാന യാത്ര. ഈ പള്ളി കിടന്നാണ് പറയുക, കുരിശും പിടിച്ച്, ദൈവത്തിൻ്റെ ഭവനമേ നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ച ആത്മീയ പാലകരെ നിങ്ങൾക്ക് ഞാൻ വന്ദനം പറയുന്നു. അപ്പോൾ എൻ്റെ ആരംഭവും എൻ്റെ അസ്തിത്വവും എൻ്റെ അന്ത്യവും ഇവിടെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഇടവക കൂട്ടായ്മയെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് എലിക്കുളം ഉണ്ണിമിശിഹാ പള്ളി എന്ന് പറയുന്ന ഈ ഇടവക സമൂഹത്തിലെ 450 കുടുംബങ്ങളെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുക. അതിന് നമുക്ക് കഴിയണം. മറ്റുള്ളവരെ സ്നേഹിക്കരുതെന്നല്ല, സ്നേഹിക്കണം. ഇടവക കൂട്ടായ്മയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക, ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ, അതിൻ്റെ ഭാഗമായിട്ടല്ലേ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് വീട്ടിൽ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കിയാൽ അതാർക്കും കൊണ്ട് കൊടുക്കും? പള്ളിയിലെ അച്ഛനും കൊണ്ട് കൊടുക്കും. അമ്മച്ചിമാർക്ക് അവർക്കറിയാം ഈ അച്ഛൻ എൻ്റെ തന്നെ മോനാണ്, എന്നെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന മോൻ. എന്ത് നല്ല സാധനം ഉണ്ടാക്കിയാലും പള്ളിയിലെ അച്ഛന്മാർക്ക് കൊടുക്കും. മഠത്തിലെ സിസ്റ്റേഴ്സും പെമ്മക്കളെ പോലെയാണ്, അവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എലിക്കുളത്ത് നിങ്ങൾക്കത് പറ്റിയല്ല. 3-4 മഠത്തിലും കൂടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ പൂവണയ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. എങ്കിലും പള്ളി നമ്മൾ കൊടുക്കും, അച്ഛന്മാർക്ക് കൊടുക്കും, അച്ഛന് കൊടുക്കും, കൊച്ചച്ഛന് കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്നത് അച്ഛന്മാരെ മക്കളെ പോലെ കാണുന്നത് കൊണ്ടാണ്. ഈ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ മക്കളെ പോലെ കാണുമ്പം നമുക്കൊരിക്കലും അവരുടെ കുറ്റം ആരോടും പറയാൻ പറ്റുകയില്ല.
നിങ്ങൾ നോർത്ത് നോക്കിക്കേ, നിങ്ങളുടെ മോനോ മോളോ അച്ഛനും സിസ്റ്ററുമായിട്ട് എവിടെയെങ്കിലും ഒരിടത്തുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞു കേൾക്കുന്നത് നമുക്കിഷ്ടമാണോ? അല്ല. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള അച്ഛന്മാർക്കും ഇവിടുത്തെ സിസ്റ്റേഴ്സിനും സ്വന്തക്കാരും ബന്ധുക്കളും ഉണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾ എന്തേലും പറഞ്ഞു കേൾക്കുന്നത് അവർക്കും നൊമ്പരമല്ലേ? ഒരിക്കലും നമ്മൾ മേൽപ്പട്ടക്കാരെയോ പട്ടക്കാരെയോ സമർപ്പിതരെയോ വെറുതെ നമ്മൾ കുത്തുവാക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. എന്തേലും പറയാനുണ്ടോ നേരെ മുഖത്ത് നോക്കി മറ്റൊരാളോട് നമ്മളത് പറയരുത്. തന്നെയുമല്ല, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും അച്ഛന്മാരുടെ ചെവിയിലെത്തും. അവർക്ക് വല്ലാത്ത സങ്കടം നിങ്ങളോട് ചോദിക്കാൻ. പിന്നെ അല്പം ശാന്തമായിട്ട് കിട്ടുന്നത് കാസയും പീലാസയും പോകുന്നതിന് മുമ്പ് കാഴ്ചവയ്പ്പ് കഴിഞ്ഞ് അല്പസമയം കാഴ്ചവയ്പ്പിന് ഒരുക്കപ്പെടുന്ന പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാം വേദനിപ്പിച്ചോ അവരുടെ മുഖമെല്ലാം അച്ഛന്മാരുടെ മനസ്സിൽ തികട്ടി വരും. അവർ കാസയോടും പീലാസയോടും ചേർത്ത് പൊക്കിപ്പിടിച്ച് പറയും, ആ സാരമില്ല, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന് പറയുമ്പം പിന്നെ നിങ്ങളുടെ വീട്ടുകാർക്ക് അത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരിക്കലും പറയരുത്. അച്ഛന്മാരോട് നേരിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, മറ്റുള്ളവരോട് പറയരുത്. അത് കൂട്ടായ്മയുടെ ഭാഗം. നിങ്ങളുടെ മക്കൾ കേൾക്കെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മെത്രാന്മാരെയും ഒന്നും താഴ്ത്തിക്കെട്ടി പറയരുത്. അങ്ങനെ സംസാരിച്ചാൽ ആ മക്കൾക്ക് ദൈവവിശ്വാസം കുറയും, പള്ളിയെ പരിഹസിക്കും, പട്ടക്കാരെ പരിഹസിക്കും, സാവധാനം അവർ നിരീശ്വരവാദികളായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് നിങ്ങൾ തന്നെ മുറിക്കുന്നവരായിട്ട് മാറും. ചിലപ്പോഴൊക്കെ ചില കാരണന്മാരൊക്കെ പറയുന്ന ചില പിള്ളേരോട് പറയും, 10ാം ക്ലാസ് കഴിയുമ്പം സെമിനാരിൽ പൊക്കോടാ, ഇംഗ്ലീഷും പഠിക്കാം, ദേഹവും കൊഴുകും, 3 വർഷം കഴിഞ്ഞ് തിരിച്ചു പോരാൻ പറയും. ഇങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ. അപ്പം നമുക്ക് ആ ഒരു കാഴ്ചപ്പാട്, ചില ആൾക്കാർ ഓർമ്മ അച്ഛനാകാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും രസിക്കാനും പോവുക, അങ്ങനെ കാണുന്നവരുണ്ട്. ഒരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ എനിക്ക് 3 മക്കൾ, മൂത്തവന് 3 വയസ്സായപ്പോൾ മുതൽ പല്ലി, അരണ, പാറ്റ, ഓന്ത്, ഞണ്ട് ഇതിനെയൊക്കെ തല്ലിക്കൊന്ന് ചങ്കും മത്തങ്ങായും കീറി മേശപ്പുറത്ത് വെക്കുമായിരുന്നു. അവനിന്ന് സമർത്ഥനായ ഡോക്ടറാണ്. 2ാമത്തവൻ്റെ കാല് നിലത്തുറയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽ സ്ക്രൂ ഡ്രൈവറുടെ വരെയുടെ സാക്ഷാ ബൂട്ട് കൊളുത്തേ വ്യാഗിനി കുത്തിപ്പറിക്കുമായിരുന്നു. അവനിന്ന് പ്രഗത്ഭനായ എൻജിനീയറാണ്. എൻ്റെ അച്ഛ 3ാമത്തെ മോൻ 3 വയസ്സായപ്പോൾ മുതൽ മുടിഞ്ഞ തീറ്റ, ഒടുക്കത്തെ ഉറക്കം. അവനിന്നടുത്ത ഫൊറോനാപ്പള്ളി വികാരി അച്ഛാന്ന് പറഞ്ഞു. പല ആൾക്കാരുടെ ഓർമ്മ അച്ഛനാകാൻ പോകുമെന്ന് പറഞ്ഞാൽ തിന്നാൻ പോവുക, സൂഹിക്കാൻ പോവുക, ഈ കാഴ്ചപ്പാടുകൾ. ഇപ്പം നമ്മൾ കൂട്ടായ്മയുടെ ഭാഗമാണോ? എലിക്കുളം ഉണ്ണിമിശിക പള്ളി എന്ന് പറയുന്ന ഈ കൂട്ടായ്മയിൽ നിന്നും നിങ്ങൾ മിടുക്കരായ മക്കളെ അച്ഛനാകാൻ വിടണം. ഈ ധ്യാനത്തിൻ്റെ ഓർമ്മയ്ക്ക് 1-2 പേരെ കപ്പുച്ചിൻ സഭയിലേക്ക് തന്നെ വിടണം. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിലേക്ക് വിടണം, മറ്റ് സന്യാസ സമൂഹത്തിലേക്ക് വിടണം. മിടുക്കുകളായ പെൺകുട്ടികളെ കണ്ടറിഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെയുള്ള മഠങ്ങൾ, ആ മഠത്തിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു വിടണം. നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, ദൈവവിളിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമല്ലേ? അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞങ്ങൾക്കൊക്കെ കപ്പുച്ചിൻ സഭ, ഇപ്പം നമ്മൾ പാല അസിസി ഭരണങ്ങാനത്ത് ഇവിടെ അടുത്ത സ്ഥാപനം, ഞങ്ങൾക്ക് ഇവിടുന്ന് ആകെ കൂടിയുള്ള ഒരു അച്ഛനേ ഉള്ളൂ. വെച്ചൂരിൽ നിന്നുള്ള ഞങ്ങളുടെ ആൻ്റണി അച്ഛൻ, വെച്ചൂർ കുടുംബത്തിൽ നിന്നുള്ള അച്ഛനുണ്ട്. അപ്പം നമുക്കിനി പുതിയ കുടുംബത്തിൽ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ നിന്നുമൊക്കെ വൈദികരായിട്ട് വളരണം, വൈദിക ദൈവവിളികൾ വളർന്നു വരണം, സിസ്റ്റേഴ്സാകാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഒരു ഇടവക ജനത്തിൽ നിന്നും അപ്രകാരമുള്ള ദൈവവിളികൾ വളർന്ന് ഉയരുമ്പോഴാണ് ഒരു ഇടവക ജനത്തിൻ്റെ ആധ്യാത്മികതയുടെ ആഴം. ഒരു ഇടവക ജനത്തിൻ്റെ ഭക്തിയുടെ പുഷ്പിക്കലാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നവരും സന്യാസ വ്രതവാഗ്ദാനം നടത്തുന്നവരുമൊക്കെ. അപ്പം അങ്ങനെ പാരമ്പര്യമുള്ള ഇടവക സമൂഹത്തിൽ നിന്നും അങ്ങനെ കുഞ്ഞുങ്ങൾ ഇനിയും വരണം. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വരിക. അപ്പം അച്ഛന്മാരെയൊക്കെ നമ്മൾ മക്കളെ പോലെ കാണുക. അതാണ് പറഞ്ഞു വന്നത്. എൻ്റെ വീട് വലിയ തോവാളപ്പള്ളിയുടെ സിമിത്തേരി കഴിഞ്ഞ് ആദ്യത്തെ പറമ്പ്. വീട്ടിൽ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കിയാൽ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ എൻ്റെ തന്ന് വിടുമായിരുന്നു, കൊണ്ട കൊടുക്കട അച്ഛനെന്നും പറഞ്ഞ്. ചേന പൊഴിഞ്ഞതും കാന്താരി ചമ്മന്തിയും തേങ്ങാപ്പീരയും കൊണ്ട് ഓടിയിട്ടുണ്ട്. കടച്ചക്ക പൊഴിഞ്ഞതും തേങ്ങായും കൊണ്ട് ഇഷ്ടം പോലെ ഓടിയിട്ടുണ്ട്. വർഷത്തിൽ 3-4 പ്രാവശ്യം അമ്മ 1-ാം തരം നാട്ടുകോഴിപ്പൂവനെ കറി വെക്കും. അതിന് മർമ്മപ്രധാനമായ 3-4 നുറുക്കും എരിവും ചൂടുമുള്ള ചാറും കൂടെ ചോറ്റുപാത്രത്തിൽ തന്നിട്ട് വാഴയില വാട്ടിക്കൂട്ടി ചക്ക കുഴച്ച് വേച്ചത് 3-4 തവി അമക്കി ഞെക്കി പൊതിഞ്ഞു കെട്ടിത്തരും, കൊണ്ട കൊടുക്കട അച്ഛന്. റോക്കറ്റ് വേഗത്തിൽ ചക്കപ്പുഴുക്കും കോഴിക്കറിയായിട്ട് ഞാൻ പള്ളിമുറിയിലേക്ക് ഓടിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കും, ആ ഓട്ടമല്ലേ അച്ഛനാകാനുള്ള എൻ്റെ ദൈവവിളിയുടെ 1ാമത്തെ പ്രോത്സാഹനം. അന്നു മുതലേ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു, ഒരു കാലത്ത് ഞാനും എവിടെയെങ്കിലും അച്ഛനായിട്ടിരിക്കുമ്പം ഇതുപോലെ മുറ തെറ്റാതെ ക്രമം തെറ്റാതെ എനിക്കും കിട്ടും. ഈ ഒരു പ്രതീക്ഷ പണ്ടേ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 6.5 വർഷക്കാലം. ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഞാൻ ഉള്ള ആഴ്ചയാണോ ഉറപ്പായിട്ട് അത് കിട്ടിയിരിക്കും ആശ്രമത്തിൽ. കാരണം ദൈവം എനിക്ക് ഒരു പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദഗ്ധമായിട്ട് മേടിച്ചെടുക്കാനുള്ള ഒരു വലിയ കൃപ. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ആനവാതിലിൽ അവിടെ വന്ന് നിൽക്കും. 10-15 ചേട്ടത്തിമാരെ കാണുമ്പോൾ ഒരു ചേട്ടത്തിയോട് പറയും, ഓ അമ്മച്ചിയെ, കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടുവന്ന വട്ടയപ്പത്തിൻ്റെ രുചി
ജീരകം മധുരം തേങ്ങ കൃത്യം എന്നാ നല്ല രുചിയാണ്. ഇപ്പോൾ ഉടനെ ബാക്കി തള്ളമാർ ചോദിക്കും, നീ എന്നതാടി അച്ഛന് കൊണ്ട് കൊടുത്തത്? വട്ടയപ്പം. പിറ്റേ ആഴ്ച രസമാണ്, വട്ടയപ്പം, നീണ്ടയപ്പം, വട്ടത്തോട് വട്ടമപ്പം ആൾക്കാർ മത്സരിച്ച് കൊണ്ടുവരും. എൻ്റെ കൂടെയുള്ള വലിയച്ഛൻ എന്നേക്കാൾ ബിരുദനായിരുന്നു. 10-30 പെണ്ണുങ്ങളെ കാണുമ്പോൾ അച്ഛൻ പറയും, എടി ലിസിയേ, ഓ നിൻ്റെ ഇടിയപ്പത്തിൻ്റെയും കോഴിക്കറിയുടെയും രുചി ഇപ്പോഴും നാക്കിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അവൾ പറയാം, അച്ഛാ അതിന് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ആ നീ അല്ലേ, എന്നാൽ വേറെ ആരാണ്ട, നീ കൊണ്ടുവരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലേ. ഇതാണ് മേടിച്ചെടുക്കുന്ന രീതി എന്ന് പറയുക. ആശ്രമത്തിൻ്റെ മുറ്റത്ത് അസീസി പുണ്യവാളൻ്റെ ഒരു വലിയ രൂപമുണ്ട്. പുണ്യാളൻ വയലിൻ വായിക്കുന്ന രൂപം. പുണ്യാളൻ്റെ വലത്തെ കയ്യിൽ ഒരു നീണ്ട കോലാണ് കൊടുത്തിരിക്കുന്നത്. പരിചയമില്ലാത്ത ആൾക്കാർക്കും ഇത്രയും മുഴുത്ത കോല് എന്തിനാണ് പുണ്യാളൻ്റെ കൊടുത്തിരിക്കുന്നത്? ഇടവചനത്തിനറിയാം. അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 2 അച്ഛന്മാരെ ഇവിടെയുള്ളൂ, ഞങ്ങളില്ലാത്ത സമയത്ത് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഒടേ തമ്പുരാനെ ഓർത്ത് തിരികെ കൊണ്ടുപോയേക്കരുത്, അത് പുണ്യാളൻ്റെ കോലയിൽ ഞാത്തിയിട്ട് പോകണം. ഇതാണ് നിർദ്ദേശം. ഞങ്ങൾ പുറത്തു പോയി രാത്രി 10:00-നും 11:00-നും വരുമ്പം പള്ളിയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ലെങ്കിൽ പോലും പുണ്യാളൻ്റെ കോലയെ വല്ലതും ഞാന്ന് കിടപ്പുണ്ടോ പ്രതീക്ഷയോടെ ടോർച്ചടിച്ച് നോക്കും. എല്ലാ ദിവസവും കാണും എന്തെങ്കിലുമൊക്കെ. ഒരു ദിവസം എൻ്റെ കൂടെയുള്ള വലിയച്ഛനേ ഉള്ളൂ, ഞാനവിടില്ല. അച്ഛൻ രാത്രി 10:00-ക്ക് ടോർച്ചും കൊണ്ട് കയറി വരുന്നു. അച്ഛൻ ടോർച്ചടിച്ച് നോക്കി വല്ലതും ഉണ്ടോ. നോക്കിയപ്പം ഒരു നീണ്ട നീല പ്ലാസ്റ്റിക് കൂട് പുണ്യാളൻ്റെ കോലയിൽ ഞാന്ന് കിടക്കുന്നു. അച്ഛനോർത്തു, കുശാലേ കുശാൽ, ഒറ്റയ്ക്കേ ഉള്ളൂ, വകുപ്പൊത്തു. പ്രതീക്ഷയോടെ കൂടിറക്കി നെല്ലിയുടെ തറയിൽ വെച്ചിട്ട് കൂടിലേക്ക് ടോർച്ചടിച്ചു. അപ്പോൾ ഇതാ മ്യാവൂ മ്യാവൂ 2 പൂച്ചക്കുഞ്ഞുങ്ങളെ ആരോ തൂക്കിയിട്ട് പോയതാ. രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ മക്കളെ പോലെ കാണുന്നത് സഭാ കൂട്ടായ്മയുടെ ഭാഗമാണ്, സഭയുടെ ഒന്നിപ്പിൻ്റെ ഭാഗമാണ്. ഇതോടൊപ്പം തന്നെ ഇടവക സമൂഹത്തിൻ്റെ കൂട്ടായ്മ. ഒരു കുടുംബയോഗമുണ്ടോ, കുടുംബയോഗത്തിൻ്റെ അന്ന് 10, 40, 30 കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നെങ്കിൽ സമയം കണ്ടെത്തി ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പോകണം. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന അതേ പ്രാധാന്യത്തോടെ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുക്കണം. അത് കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ കൂട്ടായ്മയിലുള്ളവരാണ് ഏറ്റവും മുമ്പോട്ട് വരിക. അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു സഹായങ്ങൾ ഇടവക കൂട്ടായ്മയിൽ തന്നെ ചെയ്യണം. നിങ്ങൾ 100 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇടവകയിലെ പാവപ്പെട്ടവരെ, ഇടവകയിലെ പൈസയുള്ളവരെ സഹായിക്കണം. ഇതാണ് സഭയുടെ പാരമ്പര്യം. ആദിമസഭ വളർന്നതും അങ്ങനെയാണ്. ഇടവകയിൽ നല്ല പണമുള്ള ആളുണ്ടോ, വർഷത്തിൽ ഒരു 10,000 രൂപ അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നയാൾ ദൂർത്ത് ഒഴിവാക്കിയിട്ട് 10,000 രൂപ മാറ്റിവെക്കണം. എന്നിട്ട് ആ ഇടവകയിൽ നിങ്ങളുടെ തന്നെ കുടുംബ യൂണിറ്റിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന് അത് ഒതുക്കത്തിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയാലേ വികാരിയച്ഛനെ ഏൽപ്പിച്ച് സ്വന്തം ഇടവകയിൽ തന്നെ കൊടുപ്പിക്കാൻ നോക്കണം. നമ്മുടെ ഇടവക സമൂഹത്തിലെ പാവങ്ങളെ, പൈസയുള്ളവരെ സഹായിക്കണം. 5,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, 1000 പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, 500 പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, 100 രൂപ ഒരു വർഷം മാറ്റി വെക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളുടെ സ്വത്തിന് നിങ്ങൾ വരമ്പ് കെട്ടുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വരമ്പ് കെട്ടുകയാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വരിക. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സഹായിക്കേണ്ടത് ഒരേ അൾത്താരയിൽ ഒരേ അപ്പവും വീഞ്ഞും രക്തവും പങ്കുവെക്കുന്ന ഇടവക സമൂഹത്തിലെ അംഗങ്ങളെ വേണം ആദ്യം സഹായിക്കാൻ. കാരണം നമ്മുടെ ആൾക്കാരെ സഹായിക്കാൻ നമ്മളല്ലാതെ ആരുമില്ല. നമുക്കിടയിലെ പാവങ്ങളെ ആദ്യം, അതിനുശേഷം മറ്റുള്ളവരെ. വീടിന് തൊട്ടടുത്ത് പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ, ഏത് ജാതി ആയിക്കോട്ടെ, അവരെ സഹായിക്കുക. പക്ഷെ മുൻഗണനാക്രമത്തിൽ ഒരേ അൾത്താര പങ്കുവെക്കുന്ന, ഒരേ വിശ്വാസം പങ്കുവെക്കുന്നവരെ സഹായിക്കാനുള്ള പ്രത്യേക കടപ്പാട് പൈസയുള്ളവർക്കുണ്ട്. അതിന് കൂട്ടായ്മയെ സ്നേഹിച്ച്, ഇടവകയെ സ്നേഹിച്ച്, പ്രാർത്ഥനയിൽ വളർന്ന് ബലിയർപ്പിച്ച് ഒരു നല്ല സമൂഹമായി അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഒരു സഭാ സമൂഹത്തിൽ വളർന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. അപ്പം ഈ ഒരു ചിന്ത സഭയുമായി ചേർത്ത് വെച്ച് മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം.